ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലൂടെ ലീഡ് റോൾ എത്തുന്ന ഐശ്വര്യ നമ്പ്യാറാണ്. ഹായ് ഹായ് ഹൗ ആർ യു? അപ്പോ ഇപ്പൊ ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയില് നായികയായിട്ട് എത്തുന്നു. അപ്പൊ ആ സിനിമയിലോട്ട് എങ്ങനെ വരുന്നത്? ആ സിനിമയിലോട്ട് വരുന്നത് ആക്ച്വലി എന്നെ ഡയറക്ടറാണ് വിളിക്കുന്നത്, ജിജോ സർ. ഈ മൂവി തുടങ്ങുന്നതിന്റെ ഒരു 2 years മുമ്പേ എൻ്റെ അടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ഗ്യാപ്പ്, പിന്നെ എന്തുകൊണ്ടാണ് അത് ഡിലേ ആയതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് 2 years ശേഷം സർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മൂവിയിലോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ അന്ന് എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് ഇതിൽ ഈ സിനിമയിൽ എന്ത് ക്യാരക്ടറാണ് എത്തുന്നത്? ഞാനൊരു ടീച്ചറായിട്ടാണ്. ഈ ജെറി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വൈഫാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഭയങ്കര സ്ട്രോങ് ബോൾഡ്, ഒരു തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ലേഡി ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ഈ ഒരു സിനിമയുടെ ഒരു കഥയൊക്കെ നോക്കിയപ്പോ ഭയങ്കര ഇപ്പൊ പ്രവാസ ജീവിതവും പാരന്റ് ബോണ്ടിങ് ഒക്കെയാണ് വരുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു ജോണറും എല്ലാം പോകുന്നത് സിനിമയുടെ? ഇത് പറയുകയാണെങ്കിൽ മിക്ക പ്രവാസികളുടെ ലൈഫിലും നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ പുറത്തോട്ട് അവർ പറയില്ല. പറയാൻ പലരും മടിക്കുന്ന കാര്യങ്ങളാണ് ഇതിലായിട്ട് നടക്കുന്നത്. അതാണ് ഞങ്ങളിപ്പം പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പൊ അവര് പുറത്തുപോയി ജീവിക്കുന്നു, ജോലി എടുക്കുന്നു, പൈസ അയക്കുന്നു. പക്ഷെ അതിനേക്കാളും കുറെ പ്രശ്നങ്ങള് ഭാര്യമാര് ഫേസ് ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി. കാരണം അവര് ഫുൾ ഫാമിലിയുടെതും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ കാലത്ത് ഇത് കുറവായിരിക്കും. പക്ഷെ ഒരു കാലത്തൊക്കെ സൊസൈറ്റിയിലും ഭയങ്കര ഇഷ്യൂസും ഇതായിരുന്നു. കുട്ടികളെ നോക്കണം. അപ്പൊ ആ ഒരു ആ വീട് തന്നെ കൊണ്ടുപോകേണ്ടത് അവരാണ്, ലേഡിയാണ് കൊണ്ടുപോകുന്നത്. പൊതുവെ ഇപ്പൊ ചിലവര് പറയാറുണ്ട്, ഇപ്പൊ പ്രവാസി ഇപ്പൊ ഹസ്ബൻഡ് പുറത്താണെങ്കിൽ വൈഫിന് ഭയങ്കര നെഗറ്റീവ് നെയിംസും വരാൻ ഭയങ്കര ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ എങ്ങനെ പുൾ ഓഫ് ചെയ്തത്? കുറച്ചുകൂടെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു. പക്ഷെ ഇപ്പൊ നാട്ടിൻപുറം നോക്കുമ്പോ ഉണ്ടാവും ഒബ്വിയസ്ലി. അപ്പൊ ആ ഒരു ക്യാരക്ടർ എങ്ങനെ പുൾ ഓഫ് ചെയ്തത്? ഇതിലും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അത് ഫേസ് ചെയ്യുന്നു. പക്ഷെ അതല്ല ആക്ച്വലി മെയിൻ കണ്ടന്റ്. അതല്ല, ഈ ജെറി എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ പ്രവാസികൾ നാട്ടിലോട്ട് വരുമ്പം അവര് ഈ വൈഫിന്റെ അടുത്തുനിന്നും പിള്ളേരുടെ അടുത്തുനിന്നും നേരിടുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവർ കാണിക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു സംഭവമാണ് ഇതിൽ പോകുന്നത്. പക്ഷെ അതെന്തുകൊണ്ട് ചെയ്യുന്നു, എന്താണ് അതിന്റെ റീസൺ എന്നൊക്കെ മൂവി കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എങ്ങനെ ഇപ്പൊ മുന്നേയും ഐശ്വര്യ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റോളിലെ അട്രാക്ട് ആവാൻ കാരണമുള്ള, ഞാൻ പറഞ്ഞല്ലോ, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബോൾഡ്, സ്ട്രോങ്. ആക്ച്വലി ഞാൻ ഇഷ്ടപ്പെടുന്ന ലേഡീസിന് നിർബന്ധമായും വേണ്ട ചില ക്വാളിറ്റീസ് ഈ ക്യാരക്ടേഴ്സിനുണ്ട്. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് അട്രാക്ട് ചെയ്തത്. അപ്പൊ ബാക്കിയുള്ള കാസ്റ്റിന് ഇപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുവരെ വർക്ക് ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ആർക്കും എല്ലാവരും ഒരേപോലെ. നോബിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഒരു ജാടയില്ല, ഒന്നുമില്ല. കൂളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.